നമുക്ക് പെരിന്തൽമണ്ണയെ ലോകത്തിന്റെ ഒരു നോളജ് ഹബ്ബാക്കി മാറ്റണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു 5 വർഷത്തേക്കുള്ള റോഡ് നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൽ മാത്രമല്ല, ഒരു 50 വർഷം കഴിയുമ്പോൾ നാട് നയിക്കുന്ന ലീഡേഴ്സിനെ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിലാണ് നാം വ്യാപൃതരായിരിക്കുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു നാടിന്റെ പശ്ചാത്തലം പ്രധാനമാണ്, റോഡുകൾ പ്രധാനമാണ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രധാനമാണ്. എന്നാൽ അത് മാത്രമല്ലല്ലോ നാട്. നാടെന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന കുട്ടികളുടേതാണ്. നാടെന്ന് പറയുന്നത് ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാരുടേതാണ്. ശ്രദ്ധയോടെയുള്ള കഠിനാധ്വാനം കൊണ്ട് നിങ്ങളുടെ ബുദ്ധിവൈഭവത്തെയും നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ രാവുകളെയും നിങ്ങളുടെ പകലുകളെയും മൂർച്ച കൂട്ടി നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുത്തതിന്റെ സർട്ടിഫിക്കറ്റുമായി ആണ് നിങ്ങൾ ഈ ഹാളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒരു നാടിന്റെ അഭിമാന നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ചെറിയ തോൽവികളൊന്നും ജീവിതത്തിൽ വലിയ കാര്യമാക്കിയിട്ട് ഒരാൾ എടുക്കരുത്. ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടേതായ കഴിവുണ്ട്. നേരത്തെ പറഞ്ഞു, ഓരോരുത്തരും ഓരോ കപ്പാസിറ്റി ആയിട്ടാണ് പഠിച്ചവൻ പടച്ചു വിടുന്നത്. അപ്പോൾ ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മുടെ വീട്ടിലെ മക്കള് ഇതിന് പഠിച്ച് വാങ്ങിയ ആളുകൾ മാത്രമല്ല, ബാക്കി മക്കളും ഉണ്ടാവും. ഒരാളെയും താഴ്ത്തി കാണരുത്. എവ്രി വൺ ഹാസ് ഗോട്ട് ദിയർ ഓൺ ടാലന്റ്. ആ ടാലന്റുകളെ സപ്പോർട്ട് ചെയ്യുക, അവർ കയറി വരും. നിങ്ങളുടെ കൂടെയുള്ള LSS നേടിയ കുട്ടിയും USS നേടിയ കുട്ടിയും സാധാരണ മക്കളല്ല, അവർ അസാധാരണ കുട്ടികളാണ്, പ്രതിഭാശാലികളാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ഏറ്റവും അഭിമാനം കൊള്ളേണ്ട നിമിഷമാണ്. അവർക്ക് വേണ്ടി നമുക്കൊരു നിറഞ്ഞ കയ്യടി ആദ്യമായി കൊടുക്കാം. ഇത് മക്കൾക്കുള്ള കയ്യടിയാണ്. ആകാശങ്ങൾ കീഴടക്കുന്ന കുട്ടികളായി നമുക്ക് ഓരോരുത്തരെയും മാറ്റണം. ഇന്ന് ഈ ഹാളിൽ ഇരിക്കാൻ സ്ഥലമില്ലാതെ നിൽക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, നാളെ നിങ്ങൾ ഇരിക്കാനുള്ള ഒരു കസേര സ്വന്തമാക്കാനാണ് ഇന്ന് ഈ തിങ്ങി നിറഞ്ഞ സദസ്സിലിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 2500-ലധികം വിദ്യാർത്ഥികളെയാണ് ഈ ഒരു ദിവസം മാത്രം നമ്മൾ 2 സെഷനുകളിലായി ആദരിക്കുന്നത്. എന്തായാലും MLA വൈബാണ്. അദ്ദേഹം സാധാരണക്കാരെ പോലെ നിന്ന് എല്ലാ മൊമെന്റുകൾക്കും രക്ഷിതാക്കൾക്കെല്ലാം ഫോട്ടോ എടുക്കാൻ ഒരുപോലെ അദ്ദേഹം നിന്ന്, അത് എടുത്തു പറയത്തക്ക അദ്ദേഹത്തിന്റെ ഒരു ഗുണം തന്നെ കൂടിയാണ്.